ഒഡീഷയിലെ ജലരേശ്വരിൽ ബജ്രംഗദൾ പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ വൈദികരുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് കുടുംബം. ആൾക്കൂട്ട മർദ്ദനത്തിനിരയായവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും തുടർ നടപടികളെക്കുറിച്ച് വ്യക്തതയില്ല. രാജ്യത്ത് തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ കടുത്ത ഭയമുണ്ടെന്നും ജലേശ്വരിൽ ആക്രമിക്കപ്പെട്ട തൃശൂർ സ്വദേശിയായ വൈദികൻ ജോജോ വൈദികാരന്റെ സഹോദരൻ ബാബു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉയർത്തുന്ന സംഭവങ്ങളിൽ അവസാനത്തെ ഉദാഹരണവും കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ ജലേശ്വറിൽ സംഭവിച്ചു. മലയാളി വൈദിക സംഘത്തിന് നേരെ ബജ്രംഗദൾ ഭീകരരുടേതായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട ഫാദർ ജോജോ വൈദികക്കാരന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ജോജോ ഫാദറിന്റെ സഹോദരനും DCC പ്രസിഡന്റും നമുക്കൊപ്പം ചേരും. ആദ്യം സഹോദരനിലേക്ക്, എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് അച്ഛനടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ്റെ സ്ഥലത്ത് നിന്ന് 340 കിലോമീറ്ററുള്ള ദൂരെയുള്ള ഒരു സ്ഥലത്ത് പള്ളിയിലേക്കാണ് പോയത്. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത്. അവിടെ നിന്ന് ഒരു ആദിവാസി ഊരിലേക്ക് പോയി. അവിടെ 2 കുടുംബത്തിലെ മരിച്ച ആൾക്കാരുടെ കുർബാന ചെല്ലാനുണ്ടായിരുന്നു. ആ കുർബാന ചൊല്ലി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ രാത്രി 9 മണി കൂടിയിട്ട് അവർ പുറത്തിറങ്ങി കുറച്ച് വഴി പിന്നിട്ടപ്പോൾ ഒരു മതാധ്യാപകനും പിന്നെ 2 അച്ഛന്മാരും 2 കന്യാസ്ത്രീകളുണ്ടായിരുന്നു. അവർ കാറിലായിരുന്നു, മതാധ്യാപകൻ ബൈക്കിലായിരുന്നു. ഇവർ മുന്നിൽ പോകുമ്പോൾ ഇവർ പതിയിരുന്ന ആൾക്കാർ ഈ മതാധ്യാപകനെ ഒത്തിരി മർദ്ദിച്ചു. അത് കഴിഞ്ഞ് ഇവരുടെ കാറിൻ്റെ അടുത്ത് വന്ന് ഇവരെ പിടിച്ചു വലിക്കുകയും മൊബൈൽ തട്ടിപ്പറിക്കുകയൊക്കെ ഉണ്ടായി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് 6 പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയുണ്ടായത്. പക്ഷേ ഒത്തിരി ഇങ്ങനെ ആക്രമണം നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും കുടുംബക്കാർക്കും അവർക്കും ഭയം ഉണ്ടാവുമല്ലോ. അതിനെയൊക്കെ ചോദ്യം ചെയ്യണം. അത് അവരൊരു മീറ്റിംഗ് കൂടി അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. പ്രസിഡന്റിനെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അല്ല, വലിയ ആശങ്കയാണ് അച്ഛൻ അതിൽ പ്രകടിപ്പിച്ചത്. നിങ്ങളെല്ലാവരും കേട്ടതാണ്. കാരണം ഇത്തരത്തിൽ ഇവരൊക്കെ മിഷൻ പ്രവർത്തനത്തിന് പോകുന്നതാണ്, അല്ലാണ്ട് മതപരിവർത്തനത്തിനൊന്നും പോകുന്നതല്ല. എത്രയോ കൊല്ലക്കാലമായി ഈ രാജ്യത്ത് ഈ സംവിധാനം നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും തീവ്രമായതെന്ന് പറയുന്നത് ദുർഗിലെ സംഭവം നടന്ന ആഴ്ചയേ ആയിട്ടുള്ളൂ. ഇവിടെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാവാം. അതൊന്നും നമ്മൾ അതിനെ ഇത് ചെയ്യുന്നില്ല. പക്ഷെ ഇത് 10-70 പേര് 80 പേര് പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അതവർ ആസൂത്രണം ചെയ്ത് ഇനി രാജ്യത്ത് ഇത്തരത്തിലുള്ള സന്യസ്തര് മിഷനറി പ്രവർത്തനത്തിന് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതല്ലേ ഇവിടെ തെളിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നു, ഗുജറാത്തിൽ നടന്നു, ജബൽപൂരിൽ നടന്നു, ഇപ്പോൾ ഒഡീഷയിൽ നടന്നു. അപ്പം നോർത്തിലെ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ എന്നുള്ളത് മാത്രമല്ല, രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണില്ല. ഒത്തൊരുമിച്ച് നിൽക്കണം. ഇതൊരു പൊളിറ്റിക്കലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത് ഏതൊരു വ്യക്തിക്കും ഇത് ഭരണഘടന അങ്ങനെയല്ലേ അവകാശമൊക്കെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കർശനമായ നടപടി സർക്കാർ ചെയ്തില്ലെങ്കിൽ ഇനി ഇതും ആവർത്തിക്കും. വ്യക്തമാണ്. കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാജ്യത്ത് നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ വലിയ ആശങ്കയിലാണ് ക്രൈസ്തവ സമൂഹം. വൈദികരായി വിവിധ സ്ഥലങ്ങളിൽ ജോലി നോക്കുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുകൊണ്ടും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് വലിയ ആശങ്കയായി മാറുകയാണ്. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.